നമസ്കാരം. ടൈം റേഡിയോ എഡിറ്റോറിയൽ ടോക്കിലേക്ക് സ്വാഗതം. ലോകം, നാട്, നഗരം, നമ്മുടെ നാടും ലോകകപ്പ് ഫുട്ബോൾ ലഹരിയിലാണ്. ഇന്ന് തന്നെ നമുക്കറിയാം, അവസാന കളിയാണ് നമ്മുടെ പ്രിയങ്കരനായ താരം മെസ്സിയുടെ. അവസാന കളിയല്ല, അവസാന ലോകകപ്പാണ് എന്നുള്ള ഒരു ആവേശകരമായ ഒരു കാര്യം കൂടി നിൽക്കുമ്പോഴാണ് ഇതോടെ മെസ്സി അവസാനിക്കുകയാണെന്ന് പറഞ്ഞെടുത്താണ് ഇന്ന് അൾജീരിയക്കെതിരെ മെസ്സി ഹാട്രിക് ഗോൾ, അതും 2026 വേൾഡ് കപ്പിലെ ആദ്യ ഹാട്രിക് ഗോൾ മെസ്സിയുടെ കാലിൽ നിന്നാണ് പിറന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കാത്തിരുന്നാണ് മെസ്സി വരും എന്ന് നമ്മൾ മലയാളികളോട് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം മെസ്സി വന്നില്ല. മെസ്സി വരില്ലായിരുന്നു. കാരണം നമ്മുടെ ഗ്രൗണ്ടുകളുടെ സ്ഥിതി അതാണ്. കളിക്കാൻ ചെല്ലുമ്പോൾ പൂട്ടിയിടും. മറ്റുള്ള ക്ലബ്ബ് കളികളോ സന്തോഷ് ട്രോഫി പോലുള്ള കളികളോ ഒന്നും ഇപ്പം നിലവിലില്ല. അത് കഴിഞ്ഞാൽ ആകെ കൊടുക്കുന്നത് സ്റ്റേഡിയം എന്തിനാണ്? കളിക്കാനുള്ള ഇടമാണ് സ്റ്റേഡിയം. അവിടെ കൊടുക്കുന്നത് പെന്തക്കോസ്തുകാരുടെ സമ്മേളനത്തിനും മറ്റ് മതസംഘടനകളുടെ സമ്മേളനത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനത്തിനും അവിടെ പന്തൽ കെട്ടാൻ കുഴി കുത്തി അത് നശിപ്പിച്ചങ്ങ് പോകും. പിന്നെ അത് മൂടാറില്ല. ഈ ഗ്രൗണ്ടിലേക്കാണ് മെസ്സി വരുമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലിന് കോടികളാണ് വില. ഈ കുഴി കുത്തി വെച്ച സ്റ്റേഡിയത്തിൽ വന്ന് മെസ്സി ഇറങ്ങും എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കേണ്ടെന്ന് അന്ന് തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്. വലിയ പ്രതിഷേധമൊക്കെ ഇറങ്ങാണ് മെസ്സി വരുമെന്ന് തന്നെ. മെസ്സി വന്നില്ല. പക്ഷേ മെസ്സി ഇന്ന് വന്നു. മലയാളി മനസ്സുകളുടെ ഹൃദയങ്ങളിലേക്ക് 3 ഗോൾ അടിച്ചുകൊണ്ട് കയറി. പലയിടങ്ങളിലും മലപ്പുറം, കോഴിക്കോട്, മലബാർ മേഖലകളിലെല്ലാം ബിരിയാണി വെച്ചാണ് അതിരാവിലെ തന്നെ അത് ആഘോഷിച്ചത് അർജൻറ്റീനിയൻ ഫാൻസ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ മുഴുവൻ ഫ്ലക്സുകളാണ്. വിവിധ ഫാൻസുകളുള്ള ടീമുകൾക്ക് ബ്രസീലിന് വേണ്ടി, പോർച്ചുഗലിന് വേണ്ടി, അർജൻറ്റീനയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഫ്ലക്സ് ബോർഡുകൾ. നെയ്മർ, മെസ്സി, അതുപോലെ റൊണാൾഡോ എന്നിവരുടെ എല്ലാം ഫ്ലക്സുകൾ ഉയർത്തുന്നു. കോടികൾ ചെലവഴിച്ചിട്ടാണ് മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ ഈ ഫ്ലക്സുകൾ ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ സ്ക്രീനിൽ കളി കാണിക്കുവാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഇപ്പോൾ കോഴിക്കോടാണ് ഞാനിപ്പോൾ ഉള്ളത്. കോഴിക്കോട് തന്നെ പുതിയ പാലം, NGO ക്വാർട്ടേഴ്സ്, ചേവരമ്പലം എന്നിവിടങ്ങളിലെല്ലാം പന്തൽ കെട്ടി 300ഓളം കസേരകളിട്ട് കളി പ്രദർശിപ്പിക്കുന്ന വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വലിയ ബാറ്റും അതുപോലെ തന്നെ വലിയ ആവേശവും. ശരിക്കും ഒരു ഗാലറിയിൽ, വേൾഡ് കപ്പ് ഗാലറിയിൽ തന്നെ ഇരുന്ന് കളി കാണുന്ന ഒരു ആവേശം നൽകുവാൻ ഈ ഫുട്ബോൾ പ്രേമികൾ ശ്രമിക്കുന്നുണ്ട്. ആ ആവേശത്തിനൊന്നും നമ്മളെതിരല്ല, പക്ഷെ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. എന്നെങ്കിലും ഇത്ര ജനസംഖ്യയുള്ള ഇന്ത്യ ഇത്ര കാലമായിട്ടും ആയില്ല. ഇനി എന്നെങ്കിലും ആ ഒരു വേൾഡ് കപ്പ് ഗ്രൗണ്ടിൽ കളത്തിൽ ബൂട്ട് കെട്ടി ഇറങ്ങുമോ? എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇവിടെ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ IM വിജയൻ, ജോപോൾ അഞ്ചേരി, അതുപോലെ ഷർഫ് അലി, CV പാപ്പച്ചൻ തുടങ്ങിയവരൊക്കെ നമ്മുടെ മലയാളക്കരയിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്കൊക്കെ എത്തിയ ഒരു കാലമുണ്ട്. അത് ഇന്ത്യൻ ഫുട്ബോളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഏറി വന്നാൽ ഏഷ്യ കപ്പ് വരെ പോകും. അത് തോറ്റു മടങ്ങുന്ന കാഴ്ച. തോൽവിയല്ല. ഒരു തവണയെങ്കിലും നമ്മൾക്ക് ഈ ലോകകപ്പ് പ്രവേശനം ലഭിച്ചെങ്കിൽ എന്ന്, നമ്മുടെ കാലം തീരുന്നതിന് മുമ്പെങ്കിലും നടക്കുമോ എന്ന് പ്രതീക്ഷിക്കണമെങ്കിൽ നമ്മുടെ നാട് ഉണരണം, വ്യവസ്ഥ ഉണരണം, സർക്കാർ സംവിധാനങ്ങൾ ഉണരണം, സ്പോർട്സ് അക്കാദമികൾ ഉണരണം, സ്പോർട്സ് മന്ത്രി ഉണരണം. അങ്ങനെ എല്ലാവരും കൂടി ഒറ്റക്കെട്ട ഈ മെസ്സി വരും എന്ന് 4 കൊല്ലം പ്രഖ്യാപിച്ചതിന് പകരം ഒരു പ്രതിഭയെങ്കിലും നമുക്ക് വളർത്തിവിടുവാനുള്ള പ്രോത്സാഹനം നൽകുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ കളിയാവേശം കഴിയുമ്പോൾ ഇതിനും ബിരിയാണി വെപ്പിന് വെച്ച പൈസ മതി നമ്മുടെ പ്രദേശത്തുള്ള ഒരു പ്രതിഭയായ ഒരു ഫുട്ബോളറെ കണ്ടെത്തി വളർത്തിവിടാൻ. മലയാളി കാലിന് വേൾഡ് കപ്പ് ഗ്രൗണ്ട് ഇണങ്ങില്ല എന്നില്ല. ഖത്തറിൽ പോയ കണ്ണൂർ വളപട്ടണം സ്വദേശി വേരുകളുള്ള തഹസിൻ മുഹമ്മദ് എന്ന ആ ചെറുപ്പക്കാരൻ, 19കാരൻ, അവിടെ ഖത്തറിൻ്റെ ടീമിൽ ചേർന്ന് അവിടെ ഖത്തർ പൗരത്വം എടുത്ത് ആ ഖത്തർ ടീം കണ്ടെത്തിയ ആ മലയാളി താരം വേൾഡ് കപ്പിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, ന്യൂസിലാൻഡിനെതിനുള്ള മത്സരത്തിലെങ്കിലും അടുത്ത കളിയിലെങ്കിലും ഈ തഹസിൻ എന്ന മലയാളി വേൾഡ് കപ്പ് കളത്തിൽ ഇറങ്ങുമെന്ന് എല്ലാ മലയാളികളും പ്രതീക്ഷിക്കേണ്ട, ലോകം മുഴുവനുള്ള ആ പ്രതീക്ഷ അത് പ്രാവർത്തികമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എന്നാൽ അതിലേറെ ഈ അടുത്ത 4 വർഷത്തിനുള്ളിൽ ലോകകപ്പ് വരുമ്പോൾ ഇന്ത്യൻ ടീം അതിൻ്റെ പ്രവേശന മത്സരത്തിലെങ്കിലും എത്തുന്ന തരത്തിൽ 4 കൊല്ലം കൊണ്ടായില്ലെങ്കിൽ ഒരു 8 കൊല്ലമെങ്കിലും നമുക്ക് നല്ലൊരു ഫുട്ബോൾ പ്രതിഭയെ നമ്മുടെ പ്രദേശത്ത് വളർത്തിയെടുക്കാൻ ഈ ഫുട്ബോൾ ആരാധകർ ഒരുമിച്ചാൽ മതി. അതിന് സർക്കാരിന് ശ്രദ്ധയും ചെലുത്തണം. എല്ലാ സംവിധാനങ്ങളും ഒത്തിണങ്ങി സ്റ്റേഡിയങ്ങൾ കളിക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പ്രതിഭകളായ താരങ്ങളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അടുത്തൊരു വേൾഡ് കപ്പ് ഇന്ത്യ കളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ലീഡിംഗ് ലൈൻ സ്റ്റോറി ബിഹൈൻഡ് ദ ഷോട്ട്. ഈ ഒരു ഫോട്ടോ ഞാൻ എടുത്തത് ഊട്ടിയിൽ ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് ചെയ്യുമ്പോഴാണ്.
അപ്പോൾ അവിടെ ഇറ്റ് വാസ് ലൈക്ക് എ 10 days പ്രോഗ്രാം. അവിടെ നമ്മുടെ മെൻറ്റർ നമ്മളോട് പറഞ്ഞൊരു കാര്യം, വെൻ യു ഡു ട്രാവൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫോട്ടോസ് ചെയ്യുമ്പോഴത്തേക്ക് ട്രൈ ടു അവോയ്ഡ് ദോസ് ഇലക്ട്രിക്കൽ ലൈൻസ്. നമ്മൾ റോഡിലൊക്കെ കാണുന്ന ഇലക്ട്രിക്കൽ ലൈൻസ് ഉണ്ടല്ലോ, പോസ്റ്റിലൂടെ വരുന്ന ഇലക്ട്രിക്കൽ ലൈൻസ്, ഇത് കഴിയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ദ റീസൺ ഇസ് ലൈക്ക് അങ്ങനത്തെ ഇലക്ട്രിക്കൽ ലൈൻസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ദോസ് ഓൺ ഫോട്ടോഷോപ്പ്, അല്ലെങ്കിൽ these lines will be so much of a distraction to your photograph. അതുകൊണ്ട് he told us like always try to avoid these electrical lines in your photograph. And this is what I did. I included all the electrical lines in a photo, and this is the result we got. Art is about breaking all rules. I am Mahesh Harilal, mentor, fashion and portrait photographer, Leading Lines, Trivandrum.